ആദ്യം എൻട്രി അല്ലെങ്കിൽ ഒരു തുടക്കം ഒക്കെ ഒന്ന് പറഞ്ഞേ എങ്ങനെയാ? ഞാൻ ഇൻഫാക്ട് മ്യൂസിക്കിലേക്കുള്ള തുടക്കം എന്ന് പറയുന്നത് ദാസ് അങ്കിൾ. അമ്മ ഇപ്പം എനിക്ക് ഒരുപാട് അമ്മയുടെ ഒരു ഭയങ്കര ക്രേസ് ആയിരുന്നു. പാട്ട് എന്നുള്ളത് ഭയങ്കര ഇഷ്ടമായിരുന്നു, പണ്ട് മുതലേ ഇഷ്ടം. അപ്പം അങ്ങനെ പാട്ടുകൾ പഠിപ്പിക്കാനും മലയാളം പഠിക്കുന്നതൊക്കെ അമ്മ പാട്ട് മലയാളത്തിൽ എഴുതി തരുമായിരുന്നു. അപ്പം അങ്ങനെ മലയാളം വരെ പഠിക്കുന്നത്. ആ പാട്ട് എനിക്ക് പാടുമ്പോൾ മലയാളം വായിക്കാൻ അറിയാം, പക്ഷെ അല്ലാണ്ട് മലയാളം വായിക്കാൻ അറിഞ്ഞൂടായിരുന്നു. അത് പ്രത്യേകതരം ഊമയാണെന്ന് പറയുന്ന പോലെ പ്രത്യേകതരം ഒരു മലയാളി. എടുത്ത മലയാളത്തിന് ലിറിക്സ് ഒക്കെ എഴുതാം, എല്ലാം ഫുൾ മലയാളത്തിൽ. പ്രത്യേക ഒരു ബുക്ക് തരുവാന്നേലും അറിയാം. അത് ഇല്ല, വായിക്കാൻ കുറച്ച് പാടാണ്. ഇപ്പൊ പിന്നെ കുഴപ്പമില്ല. അത് അമ്മയെ കാണുമ്പോ ചോദിക്കണം. അങ്ങനെ ഒരു ഗുഡ് ഫ്രൈഡേയുടെ ദിവസം ദാസ് അങ്കിൾ, ഞങ്ങൾ ഫാമിലി ഫ്രണ്ട്സ് ആയിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു ദിവസം അവിടെ ഇങ്ങനെ ചുമ്മാ ഇരുന്ന് പാടായിരുന്നു. ഫുഡൊക്കെ എല്ലാവരും കഴിച്ചുകൊണ്ടിരിക്കും. പാടുമ്പോൾ അങ്കിള് ഫോണിൽ ഇങ്ങനെ അച്ഛനടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ അവിടെ പാടുന്നുണ്ട്. അപ്പോൾ ആരാ പാടണമെന്ന് ചോദിച്ചിട്ട് അത് മോള് പാടുക എന്ന് പറഞ്ഞു. അങ്ങനെ ആ ഫോൺ കൊടുക്കും പാടിച്ചു. അപ്പം ഞാനൊരു ക്രിസ്തീയ ഭക്തിഗാനെന്തോ പാടുമായിരുന്നു. അപ്പോൾ അത് ഞാൻ പാടി. അപ്പോൾ പറഞ്ഞു നന്നായി പാടുന്ന മോളെ, ഞാൻ പറയുക പാട്ട് നല്ലോണം പഠിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെയായിരുന്നു തുടക്കം. പാട്ട് തന്നെ സീരിയസ് ആയി എടുത്ത് പഠിക്കണം എന്നുള്ളത് അങ്കിള് പറഞ്ഞു. അങ്ങനെ പക്ഷെ എന്നാലും ആ പ്രായത്തിൽ നമ്മൾ അത്ര സീരിയസ് ആയി എടുക്കുന്നില്ല. നമ്മൾ ഈ ഓടിച്ചാടി കളിക്കുന്ന പ്രായം. അപ്പം ആ സമയത്തും ക്ലാസ്സസ് നടക്കുന്നുണ്ട്. എനിക്ക് കർണാട്ടിക് മ്യൂസിക് പഠിക്കുന്നുണ്ട്, ഹിന്ദുസ്ഥാനി സംഗീതവും പഠിക്കുന്നുണ്ട്. മസ്കറ്റിലാണ്. അപ്പം അതിനുശേഷം 8ൽ പഠിക്കുമ്പോഴാണ് ഞാൻ ആദ്യമായിട്ടൊരു ഓണം റിലീസ് എന്ന് പറഞ്ഞൊരു ഓണപ്പാട്ടുകൾ ദാസ് അങ്കിളുടെ തരങ്കിണി റിലീസിൽ പാടുന്നത്. അപ്പോൾ എനിക്ക് എൻ്റെ ഫസ്റ്റ് റെക്കോർഡിംഗ് എക്സ്പീരിയൻസ് അങ്ങനെ പറയുന്നത് ദാസ് അങ്കിളുടെ മ്യൂസിക് ഡയറക്ഷൻ മോഹൻ സിത്താര സർ ആണെങ്കിലും ഫുൾ ഒരു റെക്കോർഡിംഗ് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ദാസ് അങ്കിൾ അവിടെ ഇരുന്ന് ഫുൾ പഠിപ്പിച്ചതാന്ന് പറഞ്ഞു തന്നത്. അത് തീർച്ചയായിട്ടും ഒരു ഭാഗ്യമാണ്. വെച്ചാൽ നമ്മളെല്ലാവരും ഇന്നിപ്പോൾ ആലോചിക്കുമ്പോൾ, അന്ന് കുട്ടിയാണ്, അപ്പം ഇന്ന് ആലോചിക്കുമ്പോൾ എല്ലാവരും ഒരുപാട് ആരാധിക്കുന്ന ഒരു വ്യക്തി, ദൈവത്തിനെ പോലെ കാണുന്ന ഒരു വ്യക്തി, അദ്ദേഹത്തിൻ്റെ അടുത്ത് നമുക്ക് ഇങ്ങനത്തെ ഭാഗ്യങ്ങൾ അന്നേ കിട്ടി എന്ന് പറയുമ്പം ശരിക്കും ഇന്ന് ഞാനത് റിയലൈസ് ചെയ്യുന്നു എത്ര ഭാഗ്യവതിയാണെന്നുള്ളത്. അന്ന് നമ്മൾ അത്രയും സീരിയസ് ആയി ആലോചിക്കുന്നില്ല. ആ അങ്കിള് പാട്ട് പഠിപ്പിക്കുന്നു, ഓക്കെ സാധാ ഒരു അങ്കിൾ അത്രേ ഉള്ളൂ, അങ്ങനെയുള്ള ചിന്തയല്ലേ ഉള്ളൂ. ഇന്നല്ലേ ആ സീരിയസ്നെസ് മനസ്സിലാക്കിയത്, ഇതായിരുന്നോ എന്നുള്ളത് അല്ലേ. എന്തായാലും ഇപ്പൊ നമുക്കൊരു ഓണത്തിന്റെ മൂഡല്ലേ, നമുക്കൊന്ന് ആ പാട്ടൊന്ന് പാടാം. ഒരുപാട് പ്രാവശ്യം പാടി കാണും, ബട്ട് സ്റ്റിൽ അതില് 2 സോങ് പാടിയിരുന്നു. ഒന്ന് ഡ്യുവറ്റ് ദാസ് അങ്കിളുടെ കൂടെ, അപ്പം ഒരു സോങ് സോളോ ഊഞ്ഞാലേ ഊഞ്ഞാലേ. അപ്പൊ അങ്കിൾ അതിങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്തു, മോളെ ഊഞ്ഞാൽ എന്ന് പറയുമ്പോൾ അത് ഇങ്ങനെ എങ്ങനെയാണ് ഒരു ഊഞ്ഞാൽ ആടുന്നത്, അപ്പൊ അതിന്റെ ഒരു ഫീൽ ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് അങ്കിൾ പാടി. ഊഞ്ഞാലേ ഊഞ്ഞാലേ അങ്ങോട്ടിങ്ങോട്ടാടാട് തിരുവോണം വരവായി മനസ്സിൻ്റെ മടിയിലിരുന്നാട്. ഊഞ്ഞാലേ ഊഞ്ഞാലേ അങ്ങോട്ടിങ്ങോട്ടാടാട് തിരുവോണം വരവായി മനസ്സിൻ്റെ മടിയിലിരുന്നാട്. ഇങ്ങനെ ഒരു പാട്ട്. പിന്നെ അല്ല, ആനീസ് കിച്ചണിലേക്ക് ഓണം വന്നു കയറി എന്നുള്ള ഒരു സിഗ്നേച്ചർ സോങ് ആയിട്ട് ഞാൻ എടുക്കാം അല്ലേ ഇത്? അതെ, അതാ നമ്മുടെ അടുക്കളയിൽ ഓണം വന്നു തുടങ്ങി, ഇനി ഞാൻ ആഘോഷിച്ചല്ലേ പൊന്നോണം. ആ സത്യം. എന്തായാലും ഇപ്പം നമ്മൾ തുടക്കം കുറിച്ചില്ലേ ഓണത്തിന് വേണ്ടിയിട്ട്. ഇപ്പോൾ ഫിലിമിൽ 2004 ഞാൻ നാട്ടിലേക്ക് വരുന്നത്, കോളേജ് ജോയിൻ ചെയ്യുന്നു. അപ്പോൾ ആ സമയത്ത് ഇങ്ങനെ ഒരുപാട് വോയിസ് ടെസ്റ്റ് ചെയ്യാറുണ്ടായിരുന്നു. എനിക്ക് എൻ്റെ കോളേജിൽ തന്നെ സഞ്ജീവ് ലാൽ സർ, അദ്ദേഹത്തിൻ്റെ ഒരു മ്യൂസിക്കിൽ ഞാൻ ഫസ്റ്റ് ഒരു പാട്ട് പാടുന്നത് വാമനപുരം ബസ് റൂട്ട് എന്ന് പറഞ്ഞാൽ ലാലേട്ടൻ്റെ പ്രോജക്റ്റിൽ. അത് ഒരു ഫില്ലർ സോങ് മാത്രമായിരുന്നു. അതെൻ്റെ കോളേജിലെ ടീച്ചറുണ്ട്, ബിന്ദു ടീച്ചർ. അപ്പോൾ ടീച്ചർ ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെ ഒരു കുട്ടീൻ്റെ വോയിസ് ടെസ്റ്റ് ചെയ്ത് നോക്കാം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ എനിക്ക് അങ്ങനെ വളരെ ചെറിയ എൻ്റെ ടീച്ചേഴ്സ് ത്രൂ ആണ് എനിക്ക് എപ്പോഴും ഒരു ഭാഗ്യങ്ങൾ വന്നിട്ടുള്ളത്. അപ്പോൾ പഠനം എന്നെ എപ്പോഴും സഹായിച്ചിട്ടേ ഉള്ളൂ. എൻ്റെ ഗുരുക്കന്മാരും എല്ലാവരും ഹാവ് ബീൻ എ ഗ്രേറ്റ് ബ്ലെസ്സിങ് ടു മീ എപ്പോഴും. അപ്പോൾ അങ്ങനെയായിരുന്നു ആദ്യം ഒരു ഫില്ലർ സോങ് പാടി. പിന്നെ അടുത്തത് രാജീവ് നാഥ് സാറിൻ്റെ പ്രോജക്റ്റായിരുന്നു മോക്ഷം. അത് ബാലഭാസ്കറിൻ്റെ മ്യൂസിക്കിൽ അത് ആ സോങ് കഴിഞ്ഞ് പിന്നെ രവീന്ദ്ര മാഷ മീറ്റ് ചെയ്യുന്നു. അങ്ങനെ ഓരോ സ്ലോലി ഗ്രാജുവൽ ആയിട്ടുള്ള ഒരു എൻട്രി പാടിയേ പറ്റൂ. ചിക്കൻ തരാം, പാടിയേ പറ്റൂ. പാഹി പരം പൊരുളേ ശിവ ശിവ നാമ ജപ പൊരുളേ, പാഹി പരം പൊരുളേ ശിവ ശിവ നാമ ജപ പൊരുളേ, വരവർണ്ണിനി ശുഭകാമിനി ഉമതൻ പതിയേ, വരവർണ്ണ
ശുഭകാമിനിയുമതൻ പതിയെ ചന്ദ്രകലാധര സങ്കടനാശക സന്തതമുണരുക നീ ശിവ 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 ശംഭോ ശംഭോ ഹര 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 ശംഭോ ശിവ 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 ശംഭോ ശംഭോ ഹര 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 ശംഭോ. ഓ എനിക്ക് രവീന്ദ്ര മാസ്റ്ററായിട്ടുള്ള വർക്ക് ചെയ്തതിന്റെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു. നേരത്തെ പറഞ്ഞ പോലെ എല്ലാം കുട്ടികൾ എന്നുള്ള ഒരു വാത്സല്യം ഉണ്ടായിരുന്നു എനിക്ക്. ആ സമയത്ത് മാസ്റ്റർ അടുത്തിരുന്ന് പാട്ട് പഠിക്കുമ്പോൾ ഈ മലയാളം എനിക്ക് കുറച്ച് പാടായിരുന്നു. അപ്പോൾ പാട്ട് എഴുതി ഫുൾ മലയാളത്തിൽ എഴുതി. ശംഭോ എന്ന് മാത്രം ഭ ഇങ്ങനെ എഴുതാറില്ലായിരുന്നു. അത് മാത്രം ഞാൻ ഇംഗ്ലീഷിൽ എഴുതി MBHO. അപ്പോൾ ശംഭോ ഇംഗ്ലീഷിൽ. അപ്പോൾ മാഷ് പറഞ്ഞു ആ കോപ്പി നോക്കട്ടെ എന്ന് പറഞ്ഞു. അത് ഫുൾ ചെക്ക് ചെയ്തിട്ട് പറഞ്ഞു ഇതെന്താ കുട്ടി ഇങ്ങനെ എഴുതിയിരിക്കുക. അപ്പോൾ ഗിരീഷ് ചേട്ടനും ഉണ്ടായിരുന്നു. അവൻ ഇങ്ങനെയല്ല ഇങ്ങനെയാ എഴുതുക എന്ന് പറഞ്ഞു. അങ്ങനെ അത് ആ വേർഡ്സ് അത് ഫുൾ ഞാൻ എഴുതിയ പേപ്പർ ഫ്രെയിം ചെയ്ത് വെച്ചു. വെച്ചാൽ മാഷിന്റെ ഹാൻഡ് റൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം എന്താ പറഞ്ഞാൽ നമുക്ക് ഇനി ഇരുന്ന് പാട്ട് പ്രോപ്പർലി ഹംസധ്വനിയാണ് രാഗം പാടി സ്വരങ്ങൾ പാടിയതിന് ശേഷം അതിനുശേഷം നമുക്ക് പാട്ടിലേക്ക് മൂവ്. അപ്പോൾ ഒരു ശരിക്കും എൻജോയബിൾ ആയിട്ടുള്ള ഒരു സെഷൻ ആയിരുന്നു അത്. ആൻഡ് കുട്ടികളെയൊക്കെ പറയും നമ്മൾ ചില. അപ്പോൾ ഞാനും സിന്ധു പ്രേംകുമാർ എന്ന് പറഞ്ഞാൽ വേറൊരു സിംഗറും കൂടിയാണ് ഈ സോങ് പാടിയിരിക്കുന്നത്. അപ്പം മാഷ് പറഞ്ഞു ഓക്കെ 2 ആളുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ എന്താ ചെയ്യുക ആരാദ്യം പാടാം നമുക്ക് ടോസ് ഇട്ട് നോക്കാന്നൊക്കെ. അപ്പോൾ അങ്ങനെ ടോസ് ഒക്കെ ഇട്ട് ആരാദ്യം പാടാം അങ്ങനെയൊക്കെ. അപ്പോൾ നമുക്കൊരു പേടി നമുക്ക് അത്രയും ഫ്രീഡം കിട്ടിയല്ലേ. ഓ ഇളയരാജ സാറുമായിട്ടോ രാജാ സാറുമായിട്ട് ഇതിപ്പം ഗിരീഷ് ചേട്ടനാണ് ആക്ച്വലി അതിനുശേഷം എൻ്റെ അടുത്ത് പറയണ ഇങ്ങനെ രാജാ സാറുടെ വർക്ക് ഉണ്ട്. അപ്പോൾ കുട്ടി അവിടെ വന്നോളൂ ഒരു വോയിസ് ടെസ്റ്റ് ചെയ്യാം. അദ്ദേഹത്തെ കാണുന്ന തന്നെ വലിയ കാര്യമാണ്. അപ്പം എന്താ പാടാൻ അവസരം ഉണ്ടാവുമോ എന്നുള്ളത് അറിയില്ല. അപ്പം എല്ലാം ഇദ്ദേഹത്തിൻ്റെ കയ്യിലെന്നുള്ളത് അവിടെ ചെന്ന് രാജാ സാറിനെ മീറ്റ് ചെയ്യാൻ പോയി. അപ്പോൾ അവിടെ ഇങ്ങനെ ഞങ്ങളിങ്ങനെ പുറത്ത് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഓരോരുത്തർ വരുന്നു. അപ്പോൾ ആര് വരുമ്പോൾ നമ്മൾ എണീറ്റ് നിൽക്കും. ഇത് രാജാ സാറാണോ അല്ല പിന്നെ വെയിറ്റ് ചെയ്ത് കുറേ വെയിറ്റ് ചെയ്തു. അപ്പോൾ പിന്നെ പെട്ടെന്ന് ഈ മറ്റേ ഒരു ടെൻസ് ആയിട്ടുള്ള സിറ്റുവേഷനൊക്കെ ആയി. എല്ലാവരും ഓടുന്നു അവിടെ കൊടുക്കുന്നു. അപ്പോൾ രാജാർ വന്നു നമുക്ക് മനസ്സിലായി. എന്നിട്ട് പറഞ്ഞു ഓക്കെ ആരെ പാടണേ ഓക്കെ. അപ്പോൾ അവിടെ പൂജാമുറി ഉണ്ട്. അവിടെ ഇരുന്ന് ഓക്കെ പാടും എന്തെങ്കിലും പാടുന്നു. അപ്പോൾ ഹംസധ്വനിയിൽ ഒരു കൃതി പാടിക്കഴിഞ്ഞപ്പോൾ രാജാർ പറഞ്ഞു ഓക്കെ കുഴപ്പമില്ല പാട്ട് പഠിച്ചോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ പാട്ട് എഴുതി ഒരു ചിരി കണ്ടാൽ എന്ന് പറഞ്ഞ പാട്ട് അതെഴുതി പഠിച്ച് കഴിഞ്ഞിട്ട് പിന്നെ അദ്ദേഹത്തിനെ കേൾപ്പിക്കണം അത് ഓക്കെ ആണോ എന്നുള്ളത്. എല്ലാ ടെൻഷനിലാണ് ഉള്ളത്. അപ്പോൾ ആരും മിണ്ടുന്നില്ല, ആരും ഒന്നും പറയുന്നില്ല. നമുക്ക് ഓക്കെ ആണോ ഇനി ഇത് റെക്കോർഡ് ചെയ്യാൻ പെർമിഷൻ ഉണ്ടോ ഇല്ലയോ ഒന്നും അറിയില്ല. അപ്പോൾ പറഞ്ഞു ഓക്കെ കുഴപ്പമില്ല കുട്ടി പാടിക്കോളൂ എന്ന് പറഞ്ഞു. പാടി അങ്ങനെ ആ പ്രോജക്റ്റിൽ പൊന്മുടി പുഴയോരത്തെന്ന് പറഞ്ഞാൽ അതിൽ ഒരു ചിരി കണ്ടാൽ തുടങ്ങി 3 സോങ് പാടി. അതിൽ പിന്നീട് രാജാർ അന്ന് തന്നെ പറഞ്ഞ എൻ്റെ ഒരു തമിഴ് പ്രോജക്റ്റ് ഉണ്ട് അതിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തു. അപ്പൊ നല്ലതായിട്ട് അപ്രീഷിയേറ്റ് ചെയ്തോ പാടി കഴിഞ്ഞപ്പോഴത്തേക്ക്? അതെ സാധാരണ നമുക്ക് പിള്ളേരെല്ലാം നമുക്ക് തോന്നും ആരെങ്കിലും നന്നായി എന്ന് പറയായിരിക്കും. പക്ഷെ ഇല്ല അവര് പറഞ്ഞു അയ്യോ നന്നായി എന്നൊന്നും പറയേയില്ല രാജാ സാറ് ഓക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തന്നെ വലിയ കാര്യമാണ്. അപ്പോൾ പറഞ്ഞു ഓ അങ്ങനെയാണ്. അപ്പോൾ പിന്നീട് അവിടെ ഓരോ ഐ തിങ്ക് ഓൾമോസ്റ്റ് എല്ലാ 2 വീക്സിലും റെക്കോർഡിങ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് തീർച്ചയായിട്ടും ഒരു ബ്ലെസ്സിങ്സ് മാത്രമല്ല ഒരു ലേണിംഗ് എക്സ്പീരിയൻസ് കൂടിയായിരുന്നു. നമുക്ക് ആ സമയത്ത് എങ്ങനെ ഒരു റെക്കോർഡിംഗ് ഹാൻഡിൽ ചെയ്യണം എന്നുള്ളത് തീർച്ചയായിട്ടും അത് എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എൻ്റെ ഫെർദർ റെക്കോർഡിങ്സിന്. എനിക്ക് ആ പാട്ടൊന്ന് പാടോ? ഒരു ചിരി നമ്മളെ